എസ്എഫ്ഐയുടെ മെമ്പർഷിപ്പിൽ 5 ലക്ഷത്തോളം വർധനവുണ്ടായതായി അഖിലേന്ത്യാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. ഗോവ, ആൻഡമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ എസ്എഫ്ഐക്ക് പുതിയ ഘട്ടങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചു. ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. വൈകിട്ട് പൂർവ്വകാല നേതാക്കന്മാരുടെ സംഗമം നടക്കും. എസ്എഫ്ഐക്ക് സംഘടനാപരമായി വലിയ വളർച്ച നേടാനായതായി ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മെമ്പർഷിപ്പിൽ 5 ലക്ഷത്തോളം വർധനവുണ്ടായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. ഗോവയിലും ആൻഡമാനിലും പുതിയ ഘടകം രൂപീകരിച്ചു. എസ്എഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശം സജി കോഴിക്കോട് വെച്ച് 18ാമത് സംസ്ഥാന അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ ഏകദേശം 4,68,287 മെമ്പർഷിപ്പിൻ്റെ വർധനവാണ് കഴിഞ്ഞ 2 സമ്മേളന കാലയളവിനിടയിൽ എസ്എഫ്ഐക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോവയിലും അതോടൊപ്പം തന്നെ ആൻഡമാനിലും ലക്ഷദ്വീപിലും ഈ സമ്മേളന കാലയളവിനിടയിൽ എസ്എഫ്ഐക്ക് അതിൻ്റെ സംഘടനാ ഘടകങ്ങൾ രൂപീകരിക്കാനും സജീവമായി വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരസംഘടനാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി ഈ ഒരു സമ്മേളന കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. വൈകിട്ട് പൂർവ്വകാല നേതാക്കളുടെ സംഗമം നടക്കും. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.